എന്റെ അമ്മേ. അയ്യോ ആ പെണ്ണ് കൂടെ ഉള്ളത് വനിതാ പോലീസ് ആണാവോ? ഇത് നിങ്ങളുടെ വീടായിരുന്നോ? ദയവേത് എന്നെ പോലീസിൽ പിടിപ്പിക്കരുത്, അറിയാതെ എടുത്തതാ. അത് ശരി. ഇനിയിപ്പോ ഇതിന്റെ പേരിലൊരു വഴക്കൊന്നും വേണ്ട കുട്ടി. ഞാൻ അതിനൊന്നുമല്ല വന്നത്. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? നിന്റെ അമ്മയമ്മല്ലേ? നിനക്ക് അങ്ങനെ തന്നെ കാണോടാ. മോളെ, നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാനാ. പക്ഷെ എന്റെ കൈക്ക് വയ്യല്ലോ. അയ്യോ, ഞങ്ങൾക്കിന്ന് പ്രോഗ്രാം ഉള്ളതാ. മോള് വിഷമിക്കണ്ട, എന്നെക്കാളും നന്നായിട്ട് മെഹന്തി ഇടാൻ ഇവനറിയാം. എന്തോ നീ എങ്ങോട്ടാ? എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നീ ദേ ഈ കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് പോയാ മതി. ആ ബൈ ദ ബൈ, അയാൾ മണവാളൻ. മൈലാഞ്ചി ഞാനിട്ടാ മതിയോ? സാറിന് അറിയാവോ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്യാലോ. വേണ്ട, ഓ, ഈ മരങ്ങോടൻ ഇട്ടാ മതി. അതെ, എന്റെ പേര് മരങ്ങോടൻ എന്നല്ല. അതെന്തോ ആകട്ടെ, ഇയാൾക്ക് പറ്റുമോ ഇല്ലയോ? എന്റെ റേറ്റ് കുറച്ച് കൂടുതല, 1000 രൂപ വരും. ഓക്കെ, ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ പോവും? ഓട്ടോ വിളിച്ചു പൊക്കോളാം. എന്തിനാ ഓട്ടോ? ഓട്ടം പോകാനല്ല കാർ ഇരിക്കുന്നത്. മീറ്റർ കാശ് തന്നാ മതി. കയറിക്കോ. ശരി. ആ ജീൻസ് ഇട്ട 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലം ഇല്ലാണ്ട. ആ കേറിക്കോ കേറിക്കോ. ആ ആ വേണ്ട വേണ്ട വേണ്ട, കിളി വേണ്ട. വേണ്ടേ? ആ. എടോ, ഞാൻ തനിക്കൊരു 33,000 രൂപ തരാനുണ്ടാ. ആ. ഞാൻ ആ 33,000 രൂപ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് വരുമ്പോ താ മുങ്ങിയ ഞാനെന്ത് ചെയ്യും? താങ്ക് യു സാർ. കിളി വേണം, കിളി വേണം. കയറിക്കോ. ആ, ഫ്രണ്ടിൽ കയറിയാ മതി. പോട്ടെ. ആ. ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം. കേട്ടോ ബെറ്റി? ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. എങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാമോ? പിന്നെന്താ? വിത്ത് പ്ലഷർ. അയ്യോ, ഗ്യാസിന്റെ ചുറ്റി പിടിച്ച ആയ ഗുൽമാലായി. കൊള്ളാം. പുതിയ മംഗോളിയൻ ഡിസൈനാ. ഓരോരുത്തരുടെ മുഖത്തിന് മാച്ച് ചെയ്തിടുന്നാണേ. എന്നാ പിന്നെ എന്നെ അങ്ങ് സെറ്റ് ചെയ്തേക്ക്. വരൂ. അയ്യോ, എന്റെ ബാഗ് ഫ്രണ്ട്സിന്റെ കയ്യിലാണല്ലോ. കോളേജിലേക്ക് വന്നാ തരാം. തീപ്പൊടിച്ചേട്ടോ. എന്തോ അയ്യോ, നീ ഇവിടെ തീർപ്പുണ്ടായിരുന്നു. ഞാൻ ആടിന് പ്ലാവലം കൊണ്ട് വന്നാണ്. പോയി കാശൊന്നും മേടിച്ചോണ്ട് വരുമോ? പിന്നെന്താ, ഇവനെ തന്നെ അതിന്റെ കൂടെ വിടണോ മോനെ? നീ എവിടെയൊക്കെ തട്ടിമറിഞ്ഞു വീഴാണ്. ഒരു പ്രാവശ്യം ഈ തള്ളയുടെ പുറത്ത് വീണിരുന്നെങ്കിൽ അടങ്ങാനായിട്ട്. നിന്റെ നാക്ക് ഇറങ്ങി പോ, പണ്ടാരക്കാലൻ. ആ കുട്ടി വണ്ടിയെടു, വണ്ടിയെടു. ഞാനെങ്ങനെ ഓടിക്കുക? എന്റെ കയ്യിൽ മെഹന്തി അല്ലേ, ഇയാൾ ഓടിച്ചാ മതി. യോ, എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. പിന്നെ ഞാനെങ്ങനെ പോവാ? ദേ ഇവനെ ഓടിക്കാൻ അറിയാ. ഇവൻ എയർപോർട്ടിൽ ടാക്സി ഓടിക്കുന്ന ആളല്ലേ? അത് ടാക്സി അല്ലേ, ഇത് പ്രൈവറ്റാ. ആ, അത് ഞാൻ ഓർത്തില്ല. മരങ്ങോടെ ഒന്നും കൊണ്ട് ആക്കിയിട്ട് വാടാ. അതെ, എനിക്കൊരു 500 തരേണ്ടി വരും. തരാം. 400 രൂപ കൂടുതലല്ലേടാ? 500. ആ മുടുക്കൻ. ആ, ഡോറ് തുറക്ക്. ഭയങ്കര ബോറടി. ഇയാൾ എന്തെങ്കിലും തമാശ പറയോ? ഞാനൊരു കൊമേഡിയൻ അല്ല. പക്ഷെ ഒരു കോമാളി ലുക്കുണ്ട്. തനിക്കൊരു മന്ദബുദ്ധിയുടെ ഫേസ് ഉണ്ട്. എന്ന് വെച്ചാൽ മന്ദബുദ്ധിയല്ലോ. യോ, ഒന്ന് വണ്ടി നിർത്തിയേ. എന്താ? എനിക്കൊരു ചിക്കൂസ് വേണം. എന്തൂസ് വേണം? ചിക്കൂസ്. ചേട്ടാ, ഒരു ചിക്കൂസ്. ഹലോ, ഞാൻ കാവേരിയാ. ഐ ആം സോറി. അയ്യോ, ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഏതോ ഒരു പെണ്ണുമായിട്ട് കാറിൽ പോകുന്ന കണ്ടല്ലോ. എവിടെ വെച്ച്? അതൊക്കെ കണ്ടു. അല്ല, എന്നെ നിങ്ങക്ക് അറിയോ? അറിയാം. എങ്ങനെ? അതൊക്കെ അറിയാന്നേ. അല്ല, ആരാ പെൺകുട്ടി? ആ, അതാണ് ആ പിശാശി. ഞാൻ മാപ്പ് പറയാൻ പോയിന്ന് പറഞ്ഞില്ലേ, ആ പിശാശി. താൻ അവളെ പിശാചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൂടെ കൊണ്ട് നടക്കുന്ന എന്തിനാ? അതിനൊക്കെ കഴുത്തിറപ്പും കൂലിയല്ലേ നമ്മൾ മേടിക്കണേ. അപ്പോഴേ ആ ഫോൺ എന്നാ തിരിച്ചു തരുന്നേ? ഇന്ന് തന്നെ തരും. ആ കാറിലിരിക്കണ ജന്തുവിനൊന്ന് ഡ്രോപ്പ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ. താനിങ്ങ് വാ. ഇതെന്താ? ചിക്കൂസ്. ജ്യൂസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊട്ട. എന്നെ പൊട്ടാന്ന് വിളിച്ചാണ്ടല്ലോ. തന്നെ അല്ലോടോ പറഞ്ഞത്? പൊട്ട, ചിക്കൂസ് പൊട്ട്. ഹലോ, ഏതായാലും കൊണ്ടുവന്നല്ലേ, ഇതാ.
എന്നാ കൂടി ഉം. കൈവച്ചല്ല വായി വെച്ച് എന്നാ. ഹലോ ഓ നിപ്പിളിട്ട് തരട്ടെ. ഇറങ്ങ്. ഞാനെങ്ങനെ ഡോറ് തുറക്കാനാ? ഓ എന്റെ ദൈവമേ, പിള്ളേർക്ക് ഉണ്ടല്ലോ ചാട്ടവാറിനടിക്കണം. വേഗം ഇറങ്ങും മാഡം. അയ്യോ ഏ അതെ, ഈ സ്കേർട്ട് ഒന്ന് പൊക്കി തരുമോ? എന്തിനാ മൂത്ര വയ്ക്കാനാ? ഛേ, വെള്ളം കിടക്കുന്നുണ്ടല്ലേ, ഡ്രസ്സ് തന്നെ അതുകൊണ്ടാ. എന്റെ ഒരു വിധി. നോക്കിടി. നടക്ക്. എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാ. പിള്ളേരുടെ സ്വഭാവം നോക്ക്, ചില മന്ന ബുദ്ധി പിള്ളേരുടെ. മരങ്ങോടാ നടക്കും മോളെ. ഇതിലും വലിയ കാസറ്റ് ഞാൻ എടുത്തേക്കണേ എന്നെയാണ്. അയാൾ ആ സെറ്റ് അഴിച്ച് കാസറ്റ് ഇവിടെ കൊണ്ടു തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. ദൈവമേ, അയാളെ കാസ്റ്റായിട്ട് ഇപ്പഴെങ്കിലും വരല്ലേ? എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. ഗംഗേ, ഒരു അബദ്ധം പറ്റിയിടി. നമ്മുടെ പ്രോഗ്രാമിന്റെ കാസ്റ്റിലെ അത് ഇവരുടെ പൊട്ട വണ്ടിയിലെ സെറ്റിൽ കുടുങ്ങി. ആ ധർമ്മേന്ദ്രൻ വന്നാലേ എന്നെ വിടുന്നു പറഞ്ഞ് ഈ സുന്ദര കോതൽ എല്ലാരും കൂടി എന്നെ ഗൗരവം ചെയ്യായിരുന്നു. കോപ്പി എടുത്ത കാസറ്റ് ഇല്ലേ? കോപ്പി എടുത്തിട്ടില്ല. എക്സ്ക്യൂസ് മീ, എനിക്ക് പോണം. താനോട് നിൽക്ക്. വാ. അല്ല, നിങ്ങൾ എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ? ആരും റെഡിയാവുന്നില്ലേ? സോങ്ങിന്റെ കാസറ്റ് കാസറ്റ് റെഡി, എല്ലാ പാട്ടും വെവ്വേറെ ഉണ്ട്. താഴെ പോയി. ദൈവമേ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ഞാനെന്ത് പണിയെടുത്തിട്ടാണ് ഇത് കിട്ടിയത്? മുഴുവനോട്ട് ഒന്നും മിസ്സായിട്ടില്ല. അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കിച്ചി. ഹോ, ബൈ ദ ബൈ, ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ കൊടുക്ക. സുഭാഷ് സുഭാഷ് 1 2 3 4 ഇന്ദ്രരത്തം. ഹായ് ഇന്ദ്രരത്തം. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ, പഞ്ചാബി ഇയാൾക്ക് പാടാൻ അറിയോ? തനിക്ക് പാടാൻ അറിയോന്ന്? ഇല്ല. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവ് പണിയായിരുന്നു, കറവ് പണി. പശുവിനെ അല്ല, ഒട്ടകത്തിനെ. 100 കോല് പൊക്കമുള്ള ഒട്ടകത്തിനെ ഒരു വെയിലത്ത് കൈയെത്തിച്ച് കറന്ന് ഞാനുണ്ടാക്കിയ കാശ. എല്ലാ മലയാളികളും ഈന്തപ്പഴം നിന്ന് രസിക്കുമ്പോ നിങ്ങളൊക്കെ ഇത്രക്കിശുള്ള റോബസ്റ്റ് പഴം നിന്ന് വിശപ്പടക്ക് ഞാനുണ്ടാക്കിയ കാശ. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് തരും. അതിനു മുമ്പ് ഈ ടാക്സിക്കാരൻ എന്റെ ജീവൻ എടുക്കും. മദ്രാസി, നിന്റെ മാത്രമല്ല എല്ലാത്തിലും ജീവൻ ഞാൻ എടുക്കും. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു നടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഞാൻ. എന്റെ ടാക്സി കൂലി പറ്റിക്കാവുന്ന ഒരു തെണ്ടി കരുതണ്ടടാ. സംസാ, ഞാൻ മേടിച്ചിട്ടേ പോവൂ. എടാ, നീയൊക്കെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ട്. സാല കുത്ത കമീനെ ഉല്ലുക്ക പട്ട കുത്തക്ക ബച്ച് കളിയാക്കുന്നോടാ ബേവക്കൂഫ്. എടാ, നീ ദാവൂദിനറിയോ? ചോട്ടാരാജനറിയോ? ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കുക പിള്ളേര്. അപ്പോഴും അവന്റെ ഒരു കഥാപ്രസംഗം. തല്ലേ, ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി ഊച്ചാളി എന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണുക്കിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വീഴും. എടാ മണവാളത്തണ്ടി, എന്നോട് കൂടിയാ പറഞ്ഞേക്കണത്. മിസ്റ്റർ കരൺജി, ആക്ച്വലി പടക്ക കമ്പനി എങ്ങനെയാ കത്തിയത്? എല്ലാം ഞാൻ അറിഞ്ഞു. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് എഴുതി സമാധാനിക്കാം. സത്യത്തിൽ പൊട്ടിത്തെറിച്ചപ്പോഴാ നിങ്ങളുടെ പടക്കങ്ങൾ പൊട്ടുന്നതാണെന്ന് എനിക്ക് ബോധ്യമായത്. കാശിന്ന് വരും, നാളെ പോകും, നാളെ വരും, മറ്റന്നാ പോകും. നിങ്ങൾക്ക് നാളെ വരാനുള്ളത് ഇന്നേ പോയി. പിന്നെ എങ്ങനെ നിങ്ങൾ എനിക്ക് കാശ് തരും? അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട.
ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. കാശ് കിട്ടുന്ന മറ്റൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ചെക്കന് വേണ്ടി നോക്കിക്കൊള്ളാം. വരട്ടെ.